آمين آمين برحمتك يا رب صلى الله تعالى على سبحان ربك رب العزة عما يصفون അവർക്കും സാധനങ്ങൾ ഇസ്ലാം നേരത്തെ ഉദാഹരണം പറഞ്ഞില്ലായിരുന്നു. വളരെ പത്രങ്ങൾ കടയിലാണ് നിങ്ങളെ ഭാഗത്തുനിന്ന് തടയുന്നുണ്ട്. ഇങ്ങനെ പോയി ഞങ്ങൾക്ക് മാർഗിട്ട് പോകാൻ ആ ഉദ്ദേശിച്ചിട്ട് ഞങ്ങൾക്ക് ഓർക്കിട്ടുകൊണ്ട് ഞങ്ങൾക്ക് അതുപോലെ കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അതാൻ്റെ വെച്ചിട്ട് പഠിച്ച് അതിനൊക്കെ തീരുമാനിച്ചിട്ട് ആലോചിച്ചിട്ടില്ല. മനസ്സിലുണ്ട് അതിന് നീക്ക് മനസ്സായതുകൊണ്ട് എനിക്കതുപോലെ തീരുമാനമുണ്ടായാൽ കാര്യം അത് എല്ലാ മാർഗങ്ങളും ഈ കസ്തൂരികളുണ്ട്. അതുപിടിക്കാതെ അതിന്റെ പാരമ്പര്യമാണ് ഇതൊക്കെ ഗ്രാമനാർക്കുള്ളത്. എല്ലാവർക്കും കസ്തൂരിന്റെ സുഗന്ധമായ മണമുള്ള ഒരു ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമുക്ക് എന്തുകൊണ്ടെന്ന് നമ്മൾ നീയത്ത് നന്നാവും. നീയത്ത് നന്നാകുന്നതിന്റെ ഫലിതാംശം അത് നമ്മൾ നീയത്ത് നന്നായെങ്കിൽ നമ്മുടെ സർക്കാർ നന്നായി, നമ്മുടെ സംഘടന നന്നായി, നമ്മുടെ സന്താന പാരമ്പര്യം നന്നായി, എല്ലാവർക്കും നന്നായി. അതുകൊണ്ട് എല്ലാവർക്കും എന്തുപോലെ പ്രവർത്തിക്കുന്ന പ്രശ്നം ഇതുപോലെ നല്ല പണിയെടുക്കുന്ന കൊണ്ടുണ്ട്. സംഘടനയ്ക്കനുസരിച്ച് സംഘടനയുടെ മുന്നേ ചിന്തിക്കാത്ത ആർക്കൊണ്ടാവാത്ത പണിയെല്ലാം ഇവിടെ നടത്തുന്നു. ഏതാക്കണമെങ്കിലും നിങ്ങൾ എന്തുകൊണ്ടോ അപ്പാവിന്റെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗവൺമെന്റിന്റെ ഒരു രസം വെച്ചിട്ട് അച്ഛന്റെ താല്പര്യത്തിന് അതിന്റെ ദുന്യാവിന്റെ ഒരു പ്രസക്തിക്കോ ഇതിന്റെ ഉദ്ദേശത്തിന് നമ്മൾ പറഞ്ഞാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാനുകൾക്ക് മാനിക്കാത്ത പോലെ നമുക്ക് ആ സുഗന്ധം ഉണ്ടാകും. അതുകൊണ്ട് അപ്പാവ് സുബാനുകൾക്ക് അപ്പാവിന്റെ ദീനിന് വേണ്ടി ക്ലാസ് കൊടുക്കുന്ന അപ്പാവ് സുബാനുകളുടെ അതിന്റെ ജോലിക്കും സൗഹാർദ്ദവും അപ്പാവിനോട് വായ്നാക്കി തന്നെ. കൂടാതെ ഇപ്പോ മുസ്ലിങ്ങളായിരുന്നോ എല്ലാ സ്ഥലത്തും ഒരു പ്രത്യേകമായി ലഭിക്കുന്ന ശത്രുക്കൾ കൊടുക്കുന്ന ഒരു സന്ദർഭമാണ്. മന്നത്ത് ലഭിക്കുന്ന അതിർച്ചമോ ചെന്നായിക്കോളോ ആയുർവേദം കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആചാര്യ കലാശീലത്തിനെ കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള സമുദായത്തിലുള്ള വേണ്ടി നമ്മുടെ സുഹൃത്തും അതുപോലെ തന്നെ നമ്മുടെ അൽമുർഷിദ് സ്ഥാപനത്തിന്റെ എല്ലാമായ ബഹുമാനപ്പെട്ട അബ്ദുൽ റസാഖ് താമൽ ഖത്താബ് ഉസ്താദിലൂടെ ഇരിക്കെ അവിടെ ഇരുത്തിക്കൊണ്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് സമയത്തെ തള്ളിയിരിക്കുന്നത് ഉചിതമല്ലാന്ന് മനസ്സിലാക്കി ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ ഈ കർണാടക മുസ്ലിം ജമാഅത്ത് എന്ന് പറയുമ്പോൾ അത് മുസ്ലിം ജമാഅത്താവട്ടെ, SOS ആവട്ടെ, SSF ആവട്ടെ, അതെല്ലാം സുന്നത്ത് ജമാഅത്താണ് പഠിപ്പിക്കുന്നത്. അത് പ്രായപരിധിക്ക് അപ്പുറം ഇപ്പുറമായി SSF, SOS, മുസ്ലിം ജമാഅത്ത് ഇങ്ങനെ പേർ വെച്ചു എന്നല്ലാതെ മുസ്ലിം ജമാഅത്ത് ഒന്ന് വേറെ, SOS ഒന്ന് വേറെ, SSF ഒന്ന് വേറെ ഒന്നും അതിലില്ല. എല്ലാം സുന്നത്ത് ജമാഅത്ത്, ദീനുൽ ഇസ്ലാം. അത് ചെറിയവർ മുതൽ വലിയവർ മുതൽ അതുപോലെ തന്നെ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഇങ്ങനെയെല്ലാം ദീനുൽ ഇസ്ലാം എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതനുസരിച്ച് കൊണ്ട് നടക്കാൻ വേണ്ടി ഉണ്ടാക്കി തന്ന നമ്മൾക്കുള്ള പൂർവീകരായ ആളുകൾ ഉണ്ടാക്കി തന്ന ഒരു സംഘടനയാണ് നാം. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിൽ നിന്നും തെറ്റിപ്പോകാൻ പാടില്ല എന്ന് ദീർഘദൃഷ്ടിയുള്ള ആലിമീങ്ങൾ, നേതാക്കൾ, സാഹിദീങ്ങൾ, സൂഫിയാക്കൾ, ഔലിയാക്കൾ ഉണ്ടാക്കിയ മഹത്തായ പ്രസ്ഥാനമായതുകൊണ്ട് ആ പ്രസ്ഥാനത്തിൽ നാം അനുചേർന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് അവരുടെ തർബിയത്തും മദതും
സ്ഥാനത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും. അള്ളാഹു സഹായിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഈ സാഹചര്യം അലീവസമാണല്ലോ. ബഹുമാനപ്പെട്ട നമ്മുടെ സൈനുകളിലും മാന്യ ഉസ്താദുകൾ പറഞ്ഞ 3 പോയിന്റ്സുകളാണ് ഹെഡിങ്. ഒന്ന് ശുക്ർ, അതായത് ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ് എന്നുള്ള ആയത്ത് വെച്ചുകൊണ്ടാണ് ശുക്ർ ചെയ്യുക, നന്ദിയുള്ളവരാകണം നാം. അതാണ് ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം, നന്ദി പ്രകടനം എന്നാണ്. രണ്ടാമത്തെ ഹെഡിങ് ബഹുമാനപ്പെട്ട മാന്യ ഉസ്താദ് പറഞ്ഞത് നിയ്യത്ത് വേണമെന്നാണ്. നിയ്യത്ത് കൊണ്ടാണ് എല്ലാത്തിന്റെയും കാതലായ അംശം. അതായത് നിയ്യത്താണ് എല്ലാ ആത്മാക്കളുടെയും സിഹത്ത് നിയ്യത്ത് കൊണ്ടാണ് എന്ന് ബഹുമാനപരമായ ഉസ്താദുകൾ പറയുകയും അതിന്റെ മാനിന്റെ ഉദാഹരണ സഹിതം നമുക്ക് പഠിപ്പിച്ചു തന്നു. മൂന്നാമത്തേതായി ഇഖ്ലാസ് വേണം. ഖൽബ് അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ അല്ലാഹുവിന്റെ അടുക്കൽ കബൂലാവുകയുള്ളൂ. അതാണല്ലോ നമ്മൾ ഇന്നത്തെ ദുൽഹിജ്ജ് മാസത്തിൽ പ്രവേശിച്ചത് നാം മനസ്സിലാക്കേണ്ടത്. ഈ സന്ദേശം തന്നെ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മഹാനവറുകളിൽ റബീഉല്ലാഹ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഹാജറ ബിബി അടങ്ങുന്ന ഉപ്പയും മകനും ഉമ്മയും അടക്കമുള്ള ആ ദമ്പതിമാർ പഠിപ്പിച്ചു തന്ന സുന്ദരമായ ആ ഒരു ആശംസ, ആ ഒരു സന്ദേശം നമുക്ക് പഠിപ്പിക്കുന്നതെന്നാണ്. അല്ലാഹു തആലാക്ക് എന്തും ചെയ്യാൻ ഞാൻ റെഡി എന്നുള്ളതാണ് ഒന്നാമത്തെ സന്ദേശം. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തല്ലോ. കുട്ടിയില്ലാത്ത സമയത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ ആവശ്യപ്പെട്ട് അങ്ങനെ കുട്ടി ഉണ്ടാവുകയും അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ജ്ഞാനത്താണല്ലോ സഹോദരന്മാരെ. അങ്ങനെ കുട്ടി കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ വളരെ സന്തോഷത്തോടെ നോക്കുന്നതിനിടയിലാണ് അല്ലാഹു തആലയുടെ കൽപ്പന വരുന്നത്. വളരെ പരീക്ഷണമായ കൽപ്പനയാണ്. അല്ലാഹുക്ക് അറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആര് എന്നെല്ലാം അറിയാം. പക്ഷേ ലോക ജനതക്ക് പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ അറക്കാൻ വേണ്ടി സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തപ്പോൾ അവിടുന്ന് പറയുന്നു, ഇന്നീ അറാഫിൽ മനാമി അന്നി അദ്ബറുക ഫൻദുർ മാദാ തറാ. മോനെ, ഞാൻ നിന്നെ അറക്കണമെന്ന് സ്വപ്നത്തിൽ കാണുന്നു. ഫൻദുർ മാദാ തറാ, നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് സ്വന്തം മകനോട് ചോദിച്ചപ്പോൾ ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമോട് പറയുന്നു, അല്ലാഹു തആല എന്താണോ കൽപ്പിക്കുന്നത് പ്രവർത്തിച്ചോളുക. അതിന് യാതൊരു ബലങ്ങളോ യാതൊരു വൈമനസ്സോ വേണ്ട, അല്ലാഹുവിന്റെ പറയുന്നത് എന്ന് ആ നബിയുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞെങ്കിൽ പ്രിയമുള്ളവരെ, അവിടുന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളരെ റാഹത്തോടെ സന്തോഷത്തോടെ പറഞ്ഞേക്കുന്ന ഉപ്പയോടൊപ്പം പറഞ്ഞേക്കുന്നത് എന്തിനു വേണ്ടി? ആ കടാർ കൗത്തിലേക്ക് വെക്കാൻ വേണ്ടി ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയാകുന്ന ആ മകനെ അയച്ചു കൊടുക്കുന്നു. വാപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കി അത് എന്റെ മകനാവട്ടെ, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് മുകളിലൊന്നും ഈ ലോകത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് അർക്കാൻ തയ്യാറായതിന്റെ ആ ഒരു സന്ദേശമാണ് നമ്മൾ ദുൽഹിജ്ജ് മാസത്തിൽ വരുന്ന ഉദിയത്തിന്റെ പരമ്പര ശൃംഖല വരുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ, ഇതിന്റെ പിന്നിലുള്ള രഹസ്യം കൂടെയുണ്ട്. ആത്മീയമായ മുന്നേറ്റം നാം മറക്കാൻ പാടില്ല. ಇದರ ಸದುಪಯೋಗ ಪಡ್ಕೊಂಡು ನನಗೆ ನೀಟಿದ್ದ ಅಥವಾ ಕ್ಲಾಸ್ ഞങ്ങളെ മക്കളെ കളിച്ചിട്ട് ഞങ്ങളെ ബാലക്കാരെ കളിച്ചിട്ട് ഈ ക്ലാസ്സിൽ ഭാഗിയായിട്ട് അതിലെ സതുപയോഗം പണിയണമെന്നും എന്നെല്ലാവരും പ്രയത്നിക്കുന്നുണ്ടെന്നുണ്ട്. ജില്ലാ ഘടകത്തെ ജില്ലാ സമിതിയുടെ ಬಗ್ಗೆ നിങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ട് ശുഭ ആരൊക്കെ ആക്കിക്കൊണ്ടും ഞാൻ പ്രവർത്തിക്കുന്ന